എന്നിട്ട് തമ്പുരാൻ കോപിച്ചോ? അകമ്പടിക്കാരെന്ത് ചെയ്തു? ഭാഗ്യം, തമ്പുരാനൊന്നും പറഞ്ഞില്ല. അകമ്പടിക്കാരും ഒന്നിനും മുതിർന്നില്ല. മുതിർന്ന കുട്ടിയല്ലേ നീ, നോക്കിയും കണ്ടൊക്കെ നടക്കണ്ടേ മോളെ? പറ്റിപ്പോയച്ചാ. പക്ഷേ ഇളയ തമ്പുരാന് നീരസമൊന്നും ഉണ്ടായില്ലല്ലോ. തമ്പുരാന് നീരസം ഉണ്ടായില്ലെങ്കിലും പരിജനങ്ങൾക്ക് നീരസം ഉണ്ടാവാം. അങ്ങനെ ഉണ്ടായാൽ അതായിരിക്കും തമ്പുരാന്റെ കോപത്തെക്കാൾ വലിയ അപകടം. പിന്നെ അവരിവിടെ വന്ന് എന്തൊക്കെ ചെയ്യുമെന്ന് കണ്ടറിയണം. അതിന് അവർക്ക് നമ്മുടെ വീടറിയില്ലല്ലോ, പിന്നെങ്ങനെ അവരിവിടെ വരും? രാജസേവകന്മാർക്കും രാജകീയ ഭടന്മാർക്കും അവരുടെ ചാരന്മാർക്കും നമ്മുടെ താമസ സ്ഥലം കണ്ടുപിടിക്കാനാണോ വിഷമം? അവര് ചോദിച്ചും തിരഞ്ഞും ഇങ്ങ് വരും മോളെ. ഈ അച്ഛൻ എന്നെ പേടിപ്പിക്കാതെ. പേടിപ്പിക്കുന്നതല്ല മോളെ, തമ്പുരാക്കന്മാർ എഴുന്നള്ളുമ്പോ നമ്മൾ ഒരിക്കലും കുറുകെ കടക്കാൻ പാടില്ല. അവര് കടന്നു പോകുന്നത് വരെ ഒതുങ്ങി നിന്നിട്ട് മാത്രമേ നമ്മൾ പോകാൻ പാടുള്ളൂ. അത് അറിയാണ്ടല്ല അച്ഛാ, തമ്പുരാൻ വരുന്നത് അറിയാതെയല്ലേ ഞാൻ മുന്നിൽ ചെന്ന് പെട്ടുപോയത്. ആ, കഴിഞ്ഞത് കഴിഞ്ഞു. മോള് സമാധാനമായിട്ട് ചെല്ലേ. ശ്രീപത്മനാഭൻ നമ്മളെ വിഷമിപ്പിക്കില്ല. മോള് ചെല്ലേ. ഈശ്വര, ഇനി ഇതെന്തൊക്കെയായി തീരുവെന്തോ. തമ്പുരാന് അമൃതത്തിന് നേരമായോ ആവോ? പറയാം. വെങ്കി, നിങ്ങൾ കാളിദാസന്റെ മേഘദൂതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അടിയൻ ദൂതുകളെ കുറിച്ചേ കേട്ടിട്ടില്ല. അല്ലല്ല, നമ്മുടെ ഉണ്ണിയാടി ഇടയ്ക്ക് ആദിത്യവർമ്മ തമ്പുരാന് ഒരു ദൂത് കൊടുക്കുമാന്ന് കേട്ടുട്ട്. ഉണ്ണിയാടിയോ? എന്നിട്ട്? അടിയൻ കയ്യേറ്റില്ല തമ്പുരാന്. അല്ല തമ്പുരാന്, ഏതാ ഈ മേഘദൂത്? അത് കാളിദാസന്റെ ഒരു കാവ്യമാണ്, ഒരു സന്ദേശകാവ്യം. യക്ഷന്മാരുടെ രാജാവായ കുബേരന്റെ കൊട്ടാരത്തിൽ രാത്രി കാവൽ നിന്നൊരു യക്ഷൻ. ഉത്തരവാദിത്തത്തോടെ കാവൽ നിൽക്കേണ്ട സമയത്ത് അദ്ദേഹം ഉറങ്ങിപ്പോയി. അമ്പമ്പോ, തെറ്റ് തന്നെ തിരുമനസേ, തെറ്റ് തന്നെ. എന്നിട്ട് എന്തുണ്ടായി? കുബേരൻ ആ കൃത്യവിലോപം കണ്ടുപിടിച്ചു. അതിന്റെ പേരിൽ ആ യക്ഷനെ സ്വന്തം കാമുകിയിൽ നിന്ന് വേർപെടുത്തി വിദൂരമായ രാമഗിരി ആശ്രമ സാനുക്കളിലേക്ക് നാടുകടത്തി. ഓ, കഷ്ടം 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 തന്നെ തമ്പുരാനെ. അവിടെ ആ വനമേഖലയിൽ ഒറ്റയ്ക്ക് വിരഹിയായി കഴിഞ്ഞുകൂടുന്ന യക്ഷൻ തന്റെ പ്രണയിനിക്ക് ഒരു സന്ദേശം എത്തിച്ചു കൊടുക്കാൻ ആരെയും കാണാതെ വിഷമിച്ചു. ഓ, കൊടും കാടല്ലേ തമ്പുരാനെ. എന്നിട്ട്? അങ്ങനെ യക്ഷൻ വിഷമിച്ചിരുന്നപ്പോൾ ആകാശത്ത് മേഘങ്ങൾ ഉരുണ്ടുകൂടി. മതയാനകളെപ്പോലെ കറുത്തിരുണ്ട മേഘങ്ങൾ. ആ മേഘത്തിന്റെ കയ്യിൽ യക്ഷൻ തന്റെ പ്രണയിനിക്കുള്ള സന്ദേശം കൊടുത്തയച്ചു. എന്നിട്ട് മേഘം ആ സന്ദേശം കൊണ്ടുപോയി കൊടുത്തോ തമ്പുരാനെ? അറിയില്ല, കൊടുത്തിരിക്കാം. തന്റെ കാരുണ്യം കൊണ്ട് മഴ പെയ്യിക്കുന്ന മേഘത്തിന് വിരഹിയായൊരു കാമുകന്റെ ആത്മദുഃഖത്തിൽ അലിവുണ്ടാകാതിരിക്കുമോ? ആ മേഘത്തിന് അലിവുണ്ടാവും തമ്പുരാനെ. പിന്നെ അടിയനൊന്ന് ഉണർത്തിച്ചാൽ തമ്പുരാന് തിരുവുള്ളക്കേട് തോന്നരുത്. പറയൂ. നമുക്ക് ഹിതകരമല്ലാത്തതൊന്നും പറയാൻ നിങ്ങൾക്കാവില്ലെന്ന് നമുക്കറിയാം. പറയൂ. വിരഹിയായ ആ യക്ഷന്റെ അവസ്ഥയിലാണ് തമ്പുരാനെന്ന് അടിയന്റെ പഴമനസ്സു പറയണു. വെങ്കി, നമ്മുടെ മനസ്സും അറിയുന്നു അല്ലേ? അതേ തമ്പുരാനെ. സമയൽക്കാരൻ പട്ടർ സ്വന്തം പൊന്നു തമ്പുരാന്റെ രുചി മാത്രം അറിഞ്ഞാ പോരാ, അഭിരുചിയും അറിയണം എന്നടിയൻ വിചാരിക്കുന്നു. ഈ വർത്തമാനം അടിയൻ കേൾക്കേണ്ട കാതുകളിൽ കേൾപ്പിച്ചോളാം. എന്റെ മനസ്സറിഞ്ഞ വെങ്കിക്ക് ഒരു സമ്മാനം. തമ്പുരാന്റെ കൃപ. അമൃതയത്തിന് കാലമായെങ്കിൽ ആകാം. മുട്ടവിളയോ?
കരുവാപ്പോറ്റി എങ്ങോട്ട് പോയതാ? ഞാൻ അപ്പുറത്ത് വരാഹമൂർത്തിയെ തൊഴാൻ ഇറങ്ങിയതാ. ഓ, അവിടെ വരാഹ തീർത്ഥത്തിലൊന്ന് മുങ്ങിക്കയറി ഭഗവാനെ നല്ലോണം തൊഴുതു. അല്ല, മുട്ടവിള എങ്ങോട്ടാ? ഞാൻ മണക്കാട് വരെ ഒന്ന് പോകാന്ന് വെച്ചു. അവിടെ ആദിത്യവർമ്മ തമ്പുരാന്റെ കൽപ്പണിക്കാരെ തകർത്തു വെച്ച് പണിയുന്നെന്ന് കേട്ടു. എന്ത് പുണ്ണാക്ക അവിടെ ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടു കളയാന്ന് വെച്ചു. ഓ, അമ്പലം പണിക്കുള്ള കല്ലുകൊത്തൽ. മുട്ടവിളക്ക് നാണമില്ലേ? സ്വന്തം നിലയും വിലയും കളഞ്ഞ് അവിടെ പോയി നോക്കി നിൽക്കാൻ. നോക്കി നിൽക്കാനൊന്നും അല്ല കരുവാപ്പോറ്റിയാരെ. എന്തൊക്കെയാ നടക്കുന്നു എന്നൊന്ന് അറിഞ്ഞാൽ അതിനനുസരിച്ച് പണി കൊടുക്കാമല്ലോ എന്ന് വെച്ചാ. അതെ അതെ, ഒക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ട് വേണം എല്ലാം അലങ്കോലമാക്കാൻ. അങ്ങനെയല്ലേ മുട്ടവിള മനസ്സിൽ കരുതിയത്? മുട്ടവിളപ്പോറ്റി മനസ്സിൽ കരുതുന്നതല്ലേ കരുവാപ്പോറ്റിയുടെ മനസ്സിലും കുരുത്തിട്ടുണ്ടാവുക. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ശരിയാണ്. പിന്നെ മുട്ടവിള മറ്റൊരു വിവരം അറിഞ്ഞോ? എന്ത് വിവരം? നമ്മുടെ ആദിത്യവർമ്മ തമ്പുരാന്റെ അനുരാഗ വിവരം. അനുരാഗവും? തമ്പുരാൻ ആരോട്? മതിലകത്ത് ഭഗവാനെ തൊഴാൻ വന്ന ഏതോ ഒരു പെണ്ണിനോട്. കാവൽക്കുറുപ്പ് അതറിഞ്ഞിട്ട് കാര്യക്കാരെ അറിയിച്ചിട്ടുണ്ടെന്നോ വലിയ തമ്പുരാനെ അറിയിക്കാനിരിക്കുന്നുണ്ടെന്നോ ഒക്കെ കേട്ടു. സംബന്ധത്തിനുള്ള ഒരുക്കങ്ങളാണത്രേ. തമ്പുരാൻ ആ പെൺകൊച്ചിനെ വല്ലാതങ്ങ് ബോധിച്ചിട്ടുണ്ടോ? അങ്ങനെയാണ് സംസാരം. എങ്കിൽ നമുക്ക് ആ സംബന്ധം മുടക്കണം എന്ന് എളുപ്പത്തിൽ പറയാം. അത് എങ്ങനെയാ സാധിക്കുക എന്ന് കൂടി പറയണം. മുടക്കണം. എങ്ങനെയായാലും ഏതു വഴിയിൽ കൂടെ ആയാലും മുടക്കണം. എന്തു മുടക്കുന്ന കാര്യത്തിനാണ് മുട്ടവിള തിരുവടികളും കരുവാപ്പൂറ്റി തിരുവടികളും ഇടവഴിയിൽ വെച്ച് ഗൂഢാലോചന നടത്തുന്നത്? പൊന്നു തമ്പുരാനെ കുറിച്ച് പറയുമ്പോ തേനേമാല ആയിരുന്നല്ലോ. നീ അറിഞ്ഞില്ലേ പൊന്നു തമ്പുരാന്റെ പുതിയ വിശേഷം? പൊന്നു തമ്പുരാൻ എന്താണ് പുതിയ വിശേഷം? സംബന്ധം. സംബന്ധോ? പൊന്നു തമ്പുരാൻ പുതിയ സംബന്ധത്തിന് ഒരുങ്ങുന്നു. ആദിത്യവർമ്മ തമ്പുരാന്റെ പള്ളിയറ സ്വപ്നം കണ്ട് നടന്നവളല്ലേ നീ? മുട്ടവിള തിരുവടികള് എഴുതാപ്പുറം വായിക്കണ്ട. പൊന്നു തമ്പുരാന്റെ പള്ളിയറ മോഹിക്കാനുള്ള യോഗ്യത ഉണ്ണിയാടിക്കില്ലെന്ന് അടിയനേക്കാൾ നന്നായിട്ട് മുട്ടവിള തിരുവടികൾക്കറിയാം. എന്നിട്ടും എന്താ ഇങ്ങനെ പറയുന്നത്? യോഗ്യതയുള്ളവർക്കേ യോഗ്യന്മാരെ മോഹിക്കാവുന്നുണ്ടോ ഉണ്ണിയാടിയെ? നീ മോഹിച്ചോ? കിട്ടിയ കിരീടം വെച്ചൊരു തല, കിട്ടിയില്ലെങ്കിലോ ഒരു മോഹപായസം കുടിച്ചതിന്റെ ആലസ്യം. രണ്ടായാലും നേട്ടം തന്നെ. ആ രണ്ട് നേട്ടവും അടിയന് വേണ്ട തിരുവടികളെ. അതിരിക്കട്ടെ, ആരാ തമ്പുരാൻ സംബന്ധം കൂടുന്ന ആ പെണ്ണ്? വരുന്നുണ്ടല്ലോ പൂച്ച പുറത്തേക്ക്. ആരായാൽ നിനക്കെന്താ ഉണ്ണിയാടിയേ? അതൊക്കെ വലിയ വലിയ തമ്പുരാന്മാരുടെ പള്ളിയറ കാര്യങ്ങൾ. അതിനെ കുറിച്ച് അന്വേഷിച്ച് തല പുണ്ണാക്കി നീ തല കളയണ്ട ഉണ്ണിയാടിയേ. പരമാർത്ഥം പറഞ്ഞാൽ അതാരാന്ന് ഞങ്ങൾക്കും അറിയില്ല ഉണ്ണിയാടിയെ. അതറിയാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ. പോറ്റിമാര് തിരുവടികള് അത് അന്വേഷിച്ചറിഞ്ഞാട്ടെ. ഉണ്ണിയാടി ഇതിലോട്ട് വലിച്ചഴക്കണ്ട. തമ്പുരാന് ആരോടാണോ പ്രിയം അവരോട് സംബന്ധം കൂടട്ടെ. നിന്റെ ഇഷ്ടമോ അനിഷ്ടമോ അല്ല ഞങ്ങളുടെ പ്രശ്നം. ഇളമുറ തമ്പുരാൻ അത്ര എളുപ്പത്തിൽ സംബന്ധം കൂടാൻ പാടുണ്ടോ ഉണ്ണിയാടിയെ? പാടില്ല. അത് ഞങ്ങൾ സമ്മതിച്ചു കൊടുക്കില്ല. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഉണ്ണിയാടി പെണ്ണ് കണ്ടോ? മുട്ടവിളയായി പറയുന്നത്. ഉണ്ണിയാടി കൊച്ചമ്മ കേട്ടതൊക്കെ സത്യം തന്നെയാ. പക്ഷേ അതിനെന്തിനാ കൊച്ചമ്മ ഇത്രയ്ക്കങ്ങ് വ്യാകുലപ്പെടുന്നത്? തമ്പുരാന് വേറെ സംബന്ധം ഉണ്ടായില്ലെങ്കിൽ ഉണ്ണിയാടി കൊച്ചമ്മയ്ക്ക് സംബന്ധം ആലോചിച്ച് വരാൻ പോകുന്നില്ലല്ലോ തമ്പുരാൻ. നീയും അങ്ങനെയാണോ കരുതിയിരിക്കുന്നത്? തമ്പുരാനെ സ്വന്തമാക്കുന്നത് പോയിട്ട് തമ്പുരാനോടൊപ്പം ഒരു അന്തി ഉറങ്ങാനുള്ള യോഗ്യത പോലും ഇല്ലാത്തവളാ ഞാൻ. മോഹിച്ചത് ഒന്നു മാത്രം, ആ തിരുമുമ്പിൽ ഒന്ന് മതിമറന്നാടണം. അകമ്പടിക്കാരും അനുചരന്മാരുമില്ലാതെ ഒറ്റയ്ക്കിരിക്കുന്ന തമ്പുരാന് മുമ്പിൽ നടത്തുന്ന ഒരു മതലാസ്യ നൃത്തം, അത് മാത്രം എന്റെ മോഹം. അതിനെയാ മുട്ടവിള തിരുവടികളും മറ്റും ഇങ്ങനെ അധിക്ഷേപിച്ചത്. ഇപ്പോ നീയും അങ്ങനെ തന്നെ പറയുന്നു.
ഉണ്ണിയാടി കൊച്ചമ്മ പിണങ്ങരുതേ. ഞാൻ ഒന്നും ഉദ്ദേശിച്ചു പറഞ്ഞതല്ല. പിന്നെ തമ്പുരാനൊരു സംബന്ധം ഉണ്ടായെന്ന് വെച്ച് അവിടത്തെ മുന്നിൽ ആടാനാവാതെ വരില്ലല്ലോ. ഒരു കെട്ടിലമ്മ ഉണ്ടായാൽ പോലും ഉണ്ണിയാടി കൊച്ചമ്മയ്ക്ക് അവിടത്തെ മുന്നിൽ ചെന്ന് നൃത്തം ചെയ്യാനാവും. പക്ഷേ എന്തിനായാലും തമ്പുരാന്റെ അനുവാദവും അത് കാണാൻ തമ്പുരാന് താല്പര്യവും ഉണ്ടാവണമല്ലോ. അതുണ്ടാകാത്തതാണ് ഇപ്പോഴുള്ള പ്രയാസം. അതിന് തമ്പുരാന്റെ സംബന്ധം മുടക്കിയിട്ട് കാര്യമുണ്ടോ കൊച്ചമ്മ? നീ എന്താ പറയുന്ന മീനാക്ഷി? തമ്പുരാന്റെ സംബന്ധം മുടക്കാൻ ഞാൻ ഇറങ്ങിയാൽ അത് സാധിക്കൂ? സൂര്യന്റെ ഗതി നോക്കി പകൽ തള്ളി നിൽക്കുന്ന സൂര്യകാന്തിയെ പോലെയായിരുന്നു ഞാൻ. തമ്പുരാന്റെ വഴികളിൽ കണ്ണും നട്ടിരുന്നവൾ. സൂര്യകാന്തിയെ ശ്രദ്ധിക്കാത്ത സൂര്യനെ പോലെ തമ്പുരാൻ എന്നെയും ശ്രദ്ധിച്ചില്ല. അതിന്റെ മോഹഭംഗം ഉണ്ടെനിക്ക്. മോഹഭംഗങ്ങളില്ലാത്ത മനുഷ്യരുണ്ട് ഉണ്ണിയാടി കൊച്ചമ്മേ. പക്ഷേ നമ്മളെപ്പോലുള്ള ചെറിയ മനുഷ്യർക്ക് ആ മോഹഭംഗങ്ങൾ അടക്കി വയ്ക്കാനോ പരസ്പരം പറഞ്ഞു വിലപിക്കാനോ മാത്രമേ കഴിയുകയുള്ളൂ. അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട മീനാക്ഷി. നമ്മൾ വിചാരിച്ചാലും ചിലതൊക്കെ നടക്കും. പക്ഷേ വിചാരിച്ച് തുനിഞ്ഞിറങ്ങണമെന്ന് മാത്രം. ഞാൻ അങ്ങനെ തുനിഞ്ഞിറങ്ങാൻ തന്നെ തീരുമാനിച്ചു മീനാക്ഷി. എന്ത് കാര്യത്തിന് തുനിഞ്ഞിറങ്ങുന്നു എന്നാണ് ഉണ്ണിയാടി കൊച്ചമ്മ സൂചിപ്പിക്കുന്നത്? പറയാം. തമ്പുരാന്റെ ഈ സംബന്ധം മുടക്കാൻ എനിക്കാവുന്നത് ചെയ്യാൻ പോവുകയാണ് ഞാൻ. ഉണ്ണിയാടി കൊച്ചമ്മേ, നമുക്കിത് വേണ്ടാത്ത കാര്യമാണ്. പോറ്റിമാര് തിരുവടികള് തമ്പുരാനെതിരെ തിരിയുന്നതിന് അവരുടേതായ കാരണങ്ങളുണ്ട്. അവർക്കതിന്റെ ഗുണങ്ങളും ഉണ്ടാവാം. പക്ഷേ കൊച്ചമ്മ എന്തിനാ അങ്ങനെ ചിന്തിക്കുന്നത്? ഇളമുറ തമ്പുരാൻ കൊച്ചമ്മയ്ക്ക് ഒരു ദോഷവും ചെയ്തിട്ടില്ലല്ലോ. ആര് പറഞ്ഞു ഞാൻ തമ്പുരാനെതിരെയാണെന്ന്? മുട്ടവള തിരുവടികൾ തമ്പുരാനെതിരായിരിക്കാം. പക്ഷേ ഞാൻ ആ വഴിക്കല്ല. എന്റേത് ഇളമുറ തമ്പുരാനോടുള്ള എന്റെ അടങ്ങാത്ത മോഹം മാത്രമാണ്. തമ്പുരാനോടുള്ള മോഹം തെറ്റാണെന്ന് ഞാൻ പറയില്ല കൊച്ചമ്മേ. അതുകൊണ്ട് തന്നെ ആ മോഹം സാധിക്കാൻ സ്വീകരിക്കുന്ന വഴികളും തെറ്റാവാൻ പാടില്ല. പക്ഷേ കൊച്ചമ്മ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് സ്വന്തം സന്തോഷത്തിനു വേണ്ടി തമ്പുരാന്റെ സന്തോഷം കെടുത്തുന്ന കർമ്മമാണ്. അത് പാടില്ല. നിനക്കെന്നെ ഉപദേശിക്കാൻ അവകാശമില്ല മീനാക്ഷി. അതുകൊണ്ട് നീ അതിന് മുതിരണ്ട. മറ്റുള്ളവരുടെ സന്തോഷത്തിനു വേണ്ടിയായിരുന്നു ഉണ്ണിയാടി ഇതുവരെ ജീവിച്ചത്. വലിയ വലിയ ആളുകളുടെ സന്തോഷത്തിനുള്ള ഒരു ഉപകരണം മാത്രമായിരുന്നു ഞാൻ. അത് മതിയായി. ഇപ്പോ ഞാൻ എന്റെ സന്തോഷത്തിനു വേണ്ടി ചിലത് പ്രവർത്തിക്കും. ഈ ശ്രമത്തിൽ കൊച്ചമ്മയ്ക്ക് വിജയിക്കാനാവില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എങ്കിലും ഉണ്ണിയാടി കൊച്ചമ്മ ജയിക്കണമെന്ന് മാത്രമേ ഈ മീനാക്ഷി പ്രാർത്ഥിക്കൂ. പിന്നെ എന്ത് ചെയ്യുമ്പോഴും ഒരു നിമിഷം മുന്നും പിന്നും ചിന്തിക്കണമെന്ന് മാത്രം ഒരപേക്ഷയുണ്ട്. കാവൽക്കുറുപ്പിന്റെ ഗൃഹത്തിലുള്ളവർക്കും ക്ഷേമം തന്നെയല്ലേ? കൽപ്പിച്ച ക്ഷേമം. ശ്രീപത്മനാഭസ്വാമിയുടെ വാതിലുകളും മഹാനിധികളും കാക്കുന്ന കാവൽക്കുറുപ്പിന് ക്ഷേമമല്ലാതെ മറ്റെന്താണ് ഭഗവാൻ നൽകുന്നത്? അല്ലേ കുറുപ്പേ? അതേ തമ്പുരാനെ. ശ്രീപത്മനാഭസ്വാമിയും അവിടുന്നും അടിയനോട് കരുണയെ കാണിച്ചിട്ടുള്ളൂ. അടിയനത് മുജ്ജന്മ സുഹൃതമായിട്ട് കാണുകയാണ്. അനന്തരവനുണ്ണിയുടെ സംരംഭങ്ങളിൽ കുറുപ്പ് വേണ്ട വിധത്തിൽ സഹകരിക്കുന്നുണ്ടല്ലോ, ഇല്ലേ? അതേ തമ്പുരാനെ. കൊട്ടാരത്തിലെ ഉപ്പിൻചോറും തിന്നിട്ട് അടിയൻ ഇളയ തമ്പുരാനോട് കൂറ് കാണിക്കാതിരിക്കാൻ ആവില്ല തമ്പുരാനെ. ഇതിൽ നിങ്ങൾ കാണിക്കുന്നത് ഇളയ തമ്പുരാനോടുള്ള കൂറല്ല, ശ്രീപത്മനാഭസ്വാമിയോടുള്ള ആദരവാണ്. അതിന് വിഘ്നം വന്നാൽ ശിക്ഷ നമ്മുടേതായിരിക്കില്ല, ഭഗവാന്റേതായിരിക്കും. അറിയാൻ തമ്പുരാനെ. ശ്രീപത്മനാഭ സന്നിധിയിലെ താക്കോൽ കൂട്ടം കയ്യിൽ വന്നതിൽ പിന്നെ അടിയൻ ശുദ്ധം മറന്ന് ഒന്നും ചെയ്തിട്ടില്ല. ദൈവത്തിന് നിരക്കാത്തത് ചിന്തിച്ചിട്ടുകൂടിയില്ല. നമുക്കറിയാം കുറുപ്പേ, നിങ്ങൾ നല്ലവനാണ്. പിന്നെ അന്ന് ഉണ്ണി അനന്തപുരത്തേക്ക് എഴുന്നള്ളിയപ്പോൾ വഴിയിൽ ചതിക്കാൻ ശ്രമിച്ചത്
പോറ്റിമാരുടെ ആൾക്കാർ തന്നെയാണോ? അക്കാര്യത്തിൽ അടിയൻ ഉറപ്പില്ല തമ്പുരാനെ. പോറ്റിമാർക്ക് അങ്ങനെ പറഞ്ഞേൽപ്പിക്കാൻ സ്വന്തം നിലയിൽ ആൾബലമില്ലെന്നാണ് അടിയന്റെ നിഗമനം. പിന്നെ ആരായിരിക്കും? ഉണ്ണിയെ ആക്രമിച്ചത് മറവന്മാരോ മറനാട്ടുകാരോ അല്ല, നായന്മാരാണ്, സംശയമില്ല. ആ നിലയ്ക്ക് വിചാരിക്കുമ്പോൾ ഉള്ളിലുള്ളവർ തന്നെയാണ് ഇതിന് പിന്നിലെന്ന് വ്യക്തമാവുന്നു. രാമനാമടം തുടങ്ങിയുള്ള മാടമ്പി പിള്ളമാരുമായി പോറ്റിമാർക്ക് നല്ല ബന്ധമാണ്. ഇളയ തമ്പുരാൻ പാട്ടക്കുടിശ്ശിക പിരിക്കാൻ കൽപ്പന പുറപ്പെടുവിച്ചപ്പോൾ മാടമ്പിമാർക്ക് വിവരം ചോർത്തി കൊടുത്തത് പോറ്റിമാരാ. എന്തായാലും അത് നല്ല പ്രവണതയല്ല. ഇളയ തമ്പുരാൻ എഴുന്നള്ളിയതിൽ പിന്നെ ക്ഷേത്രകാര്യങ്ങൾ കുറേയൊക്കെ വ്യവസ്ഥയായിട്ടുണ്ട്. നല്ലത്. തിരുമേനി കാവൽക്കുറുപ്പ് സ്വന്തം ചുമതലകളിൽ വിട്ടുവീഴ്ച വരുത്താതിരിക്കുക. മറ്റുള്ളവരെയും അവരുടെ ചുമതലകൾ നിർവഹിക്കാൻ പ്രേരിപ്പിക്കുക. റാൻ, കൽപ്പിച്ച് ഒരു കാര്യം കൂടി തിരുവുള്ളമുണർത്താനുണ്ട്. എന്താണ്? പറയാം. വിട കൊണ്ട് തെറ്റായാൽ പൊറുക്കണം. ആദിത്യവർമ്മ ഇളയ തമ്പുരാൻ ഇവിടെ ഒരു കന്യോട് ആശ വച്ചിട്ടുണ്ട്. കുലവും കുടുംബവും മനസ്സിലാക്കി വിവരമറിയിക്കാൻ കൽപ്പന തന്നിട്ടുമുണ്ട്. എന്നിട്ട് തിരക്കിയോ? റാൻ, കൽപ്പിച്ച് സ്ഥാനമാനങ്ങളൊന്നുമില്ലാത്ത സാധാരണ കുടുംബമാണ്. വിവരം ഉണ്ണി അറിയിച്ചോ? വലിയ തമ്പുരാനെ അറിയിച്ചതിന് ശേഷം അറിയിക്കാമെന്ന് വെച്ചു. അതാണല്ലോ നേർവഴിയെന്ന് ചിന്തിച്ചു തിരുമനസ്സേ. നാം ഒന്ന് ആലോചിക്കട്ടെ. ഉണ്ണിയോട് വിവരം ഇപ്പോൾ പറയണ്ട. ഒരേ സംഭവം വിരുദ്ധങ്ങളായ പ്രതികരണങ്ങൾ ഉണ്ടാക്കുക സ്വാഭാവികമാണ്. ഈ പ്രതികരണങ്ങൾക്കിടയ്ക്ക് എവിടെയോ ഒരിടത്തായിരിക്കും സത്യം. അത് കണ്ടെത്തുകയാണ് ശരിയായ ദൗത്യം.